നമുക്ക് ചുറ്റിലും സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളെ എത്രമാത്രം ഉലച്ച് കളയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിൽ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് തെന്നി പാരപ്പറ്റിലേക്ക് വീണു. പിന്നെ അതിസാഹസികമായി വലിയ സ്നേഹത്തോടു കൂടി അയൽവക്കക്കാർ ചേർന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. നമുക്കൊക്കെ സന്തോഷം. പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയ വല്ലാത്ത ക്രൂരമായ ഒരു തരം കമൻറ്റുകളിലൂടെ ആ പാവപ്പെട്ട അമ്മയുടെ ഹൃദയം തകർത്ത് കാണണം. വെറും 33 വയസ്സുകാരിയാണ്, അവർ ആത്മഹത്യ ചെയ്തു. നമുക്ക് ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന നേരത്ത് രാക്ഷസഭാവമാണ്. ഏതൊക്കെയോ ക്രിമിനാലിറ്റി അകത്ത് സൂക്ഷിക്കുന്ന മനുഷ്യർ സർവ നിയന്ത്രണങ്ങളും വിട്ട് പുറത്തേക്ക് ലാവാപ്രവാഹം അങ്ങ് പ്രസരിപ്പിച്ച് സകല മനുഷ്യരെയും ദഹിപ്പിച്ച് കളയുന്ന വിധത്തിലായി കാര്യങ്ങൾ മാറുന്നുണ്ട്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര ഫാസ്റ്റായിട്ട് വാക്കത്തി കൊണ്ട് ആളുകളെ തുണ്ടം തുണ്ടമായിട്ട് മുറിച്ച് കളയുന്നു? എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരിക്കാം. പക്ഷേ ഞാനും നിങ്ങളൊക്കെ ഉള്ളിലേക്കൊന്ന് നോക്കണം. അത് അത്യാവശ്യമാണ്. വെറുതെ ഇങ്ങനെ കുറ്റം വിധിക്കുന്നതിന് മുമ്പ് ഒരല്പം നേരം ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ അമ്പരപ്പ് തോന്നും. ചില ആളുകൾക്ക് വേറെ ഒരു പണിയുമില്ലാത്തത് കൊണ്ട് നിരന്തരമായിട്ട് തെറിവാക്കുകളും പൊളിവാക്കുകളും കുറ്റപ്പെടുത്തലുകളും കറക്ഷനും ഡിറക്ഷനും കമാൻഡിങ്ങും ഡിമാൻഡിങ്ങും. എന്നാൽ ഇവർ എന്തെങ്കിലും ബോധ്യത്തോടെയാണ് ചെയ്യുന്നത്? അല്ല, ഒരു ബോധവുമില്ല, ബോധ്യവുമില്ല എന്ന് വ്യക്തമായി തെളിയിച്ചുകൊണ്ടാണ് അവർ ഇങ്ങനെ വാക്കുകളുടെ വിഷലിപ്ത അന്തരീക്ഷം ഉണ്ടാക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ പെരിയാറിലേക്ക് രാസ മാലിന്യങ്ങൾ ഒഴുക്കിവിട്ടതിൻ്റെ പേരിൽ മത്സ്യങ്ങളൊക്കെ ചത്തൊടുങ്ങി. സങ്കട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എത്ര മത്സ്യങ്ങൾ കൂട്ടമായിട്ട് ചത്തുപൊങ്ങുന്നു. ചില മനുഷ്യർ അകത്ത് വിഷം നിറച്ചു വച്ചിരിക്കുകയാണ്. ആ രാസമാലിന്യങ്ങളോ കൊടും വിഷങ്ങളോ അവർ ഇടക്കിടക്കിനെ പുറത്തേക്ക് വിടും. പുറത്തേക്ക് ഈ വിഷം ഇങ്ങനെ ഒഴുക്കി വിടുമ്പോൾ പെട്ടെന്ന് ആളുകളിങ്ങനെ ചത്തു മലച്ചു പോവുകയാണ്. ഞാനും നിങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നുവെന്ന് ഇടയ്ക്ക് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് കുറ്റം വിധിക്കും മുമ്പ്, ഒരാളെ കഴുമരത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് സ്വയം ചോദിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച്, 3 ചോദ്യങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് ഹൃദയപൂർവ്വം ധ്യാനിക്കാം. ഇതൊരു ധ്യാനമാണ്. കാരണം ഈ ധ്യാനത്തിനൊടുവിൽ നമ്മുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉജ്ജ്വല മുഹൂർത്തത്തെ വിളിച്ചറിയിക്കുന്ന കാറ്റ് വന്ന് തുടർന്നൊരനുഭവം ഉണ്ടായേക്കാം. ഇനി ഒരാൾ വിധിക്കും മുമ്പ് ചോദിക്കേണ്ട 3 ചോദ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നത് ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് തന്നെയാണ്. സോക്രട്ടീസ് പറഞ്ഞു, നിങ്ങളൊരാളെ നിശിതമായി വിമർശിക്കും മുമ്പ് നിങ്ങൾ 3 ചോദ്യങ്ങൾ ചോദിക്കണം. അതായത് നിങ്ങൾ പറയാൻ പോകുന്ന വാക്ക്, വിധിയുടെ വാക്ക് 3 ഗേറ്റുകളിലൂടെ കടന്നു പോകണം. അത് അത്യാവശ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, പറയുന്നത് സത്യമാണോ? രണ്ടാമത്തെ ചോദ്യം, പറയുന്നത് അത്യാവശ്യമാണോ? 3, പറയുന്നത് കരുണാർദ്രതയോടെയാണോ? ഈ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ സമയമെടുത്തിട്ട് മാത്രം ഒരാളെ വിധിക്കുക. നിങ്ങളുടെ വിധി കറക്റ്റായിരിക്കും. സത്യമല്ലേ? ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ പറയുന്നത് സത്യമാണോ? നമ്മൾ അസത്യങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ അതിന് 3 തരമുണ്ട്: ഫേക്ക്, ഫോൾസ്, ഹാഫ് ട്രൂത്ത്. അതായത് ചിലത് തെറ്റാണ്, ചിലത് കെട്ടിച്ചമക്കപ്പെട്ടതാണ്, ഫേക്കാണ്, വേറേത് അർത്ഥസത്യങ്ങളാണ്. അർത്ഥസത്യം സത്യത്തിൽ നുണ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരാളെക്കുറിച്ച് പറയുമ്പോൾ ഫോൾസ് ആയിട്ടുള്ളതോ ഫേക്കായിട്ടുള്ളതോ ഹാഫ് ട്രൂത്തായിട്ടുള്ള കാര്യമാണെങ്കിൽ പറയാതിരിക്കുക. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് മെച്ചം? അത് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്തൊരു തവണ ഒരാളെ കുറ്റം പറയാൻ നമ്മളുടെ വായിൽ ഇങ്ങനെ ഏതോ ഒരു ത്വര വന്നു കഴിയുമ്പോൾ, സൈക്കോളജിയിൽ അതിന് പറയുന്നത് ഇന്നേറ്റ് ഏർജ് ടു ഫീൽ ബെറ്റർ. അതായത്
ഞാൻ ബെറ്ററാണ്, ഞാൻ സുപ്പീരിയറാണ്, ഞാൻ വീണവനല്ല, ഞാൻ എഴുന്നേറ്റിരിക്കുന്നവനാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആ ഏർജ് ഉണ്ടല്ലോ, ഒരു ഇന്നേറ്റ് ഏർജ്, ആ ഏർജിനെ, ഒരു അന്തർലീനമായ ത്വരയെ ഒന്ന് ശാന്തമാക്കുക. അടുത്ത തവണ എന്തെങ്കിലും പറയാം എന്ന് അതിനെ ഒന്ന് ശാന്തമാക്കി പറയുക. എന്നിട്ട് മാത്രം മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞു തുടങ്ങുക. അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിതം ഒരു പുസ്തകം ആണെന്ന് വിചാരിക്കുക. ആദ്യത്തെ പുസ്തകത്തിൽ ആളുകളെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലായിരിക്കും. ഏറ്റവും അവസാനത്തെ പുറത്തിലാണ് അതിൻ്റെ തെറ്റുതിരുത്തൽ നമ്മൾ എഴുതി ചേർക്കുക. അപ്പോൾ ആദ്യത്തെ ആളിൽ തന്നെ കുറ്റപ്പെടുത്തലാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞ കുറ്റങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് തെറ്റായിപ്പോയി ഖേദിക്കുന്നു എന്ന് പറയുന്നത് അവസാനത്തെ ആ താളിൽ മാത്രമാണ്. അങ്ങനെയാണ് ജീവിതം. ഇനി നമ്മൾ പറയുന്ന ഈ സത്യം എന്ന് കരുതി നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ എത്ര ഷാർപ്പാണ്. പ്രഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു വാചകമുണ്ട്. നിങ്ങളുടെ ഫാൾസായിട്ടുള്ള അക്യൂസേഷൻ അങ്ങേറ്റം മൂർപ്പിച്ച ഒരു കുന്തം പോലെയും ഒരു വാള് പോലെയും ഒരു ദണ്ഡന വടി പോലെയുമായി മാറുന്നുണ്ട്. സത്യമല്ലേ? ഇനി ഫാൾസ് അക്യൂസേഷൻ നടത്തുന്ന ആൾ, സുഭാഷിതം പറയുന്നു, അയാൾ കൊഴിഞ്ഞു തുടങ്ങുന്ന പല്ലാൽ ചവക്കുന്നവനെ പോലെയും മുടന്തുന്ന പാദത്താൽ നടക്കാൻ ശ്രമിക്കുന്നവനെ പോലുമാണ്. ആ ഒരവസ്ഥ ഒന്ന് മനസ്സിൽ വിഭാവന ചെയ്തു നോക്കുക. ചൈനീസ് പ്രോവർബുണ്ട്, നിങ്ങളൊരാളെ ക്രൂരമായിട്ട് വിധിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പദം കൂർത്തുമൂത്ത ഒരു തരം അസ്ത്രം പോലെയാണ്. ആ അസ്ത്രം നേരെ ഹൃദയത്തിലേക്ക് ചെന്നു, ചങ്ക് തറച്ച് കയറി. പിന്നെ നിങ്ങൾ കരുണയോടുകൂടി സോറ് പറഞ്ഞ് ഈ ചങ്കിലെ അസ്ത്രം വലിച്ചുകൂടി എടുക്കുമ്പോൾ ചങ്ക് കൂടി പറഞ്ഞു പോരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സത്യമാണോ പറയുന്നതെന്ന് ആലോചിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രം പറയുക. നിങ്ങളുടെ വിധിവാചകം കടന്നു പോരേണ്ട രണ്ടാമത്തെ ഗേറ്റ്, നിങ്ങൾ സ്വയം ചോദിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം അത്യാവശ്യമാണോ? ഇപ്പോൾ പറയണോ? കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാലും പോരെ? ഇപ്പോൾ ഈ ആളുകളുടെ ഇടയിൽ ഈ ആളെ കൊന്നുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മരുഭൂമിയിലെ പിതാക്കന്മാരെന്ന് ഒരു താപസ വൃന്ദമുണ്ടായിരുന്നു. അങ്ങേയറ്റത്തെ ആധ്യാത്മികതയെ ജ്വലിച്ച് നിന്ന കുറേ പിതാക്കന്മാരാണ് അവർ. അതിലൊരാളായ അബ്ബ മോസസ് ഒരിക്കൽ ഏതോ ജൂനിയേഴ്സിനെ കുറ്റം വിധിക്കുന്ന ഒരു കൗൺസിലിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ഇദ്ദേഹം പോകാൻ തയ്യാറായില്ല. അവസാനം നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, ഒരു വലിയ ചാക്കെടുത്ത് അതിൽ ചരൽ നിറച്ചിട്ട് നിറയെ തുളകളിട്ടിട്ട് അതിങ്ങനെ മുതുകത്ത് ചുമന്നുകൊണ്ടാണ് പോരുക. അപ്പോൾ പോകുന്ന വഴിക്ക് തുളകളിലൂടെ ഈ ചരൽ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ആളുകൾ അല്പം കൗതുകത്തോടെ നോക്കിയിട്ട് ചോദിച്ചു, എന്താ അങ്ങിങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പാപം എന്നിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കെ മറ്റൊരാളെ കുറ്റം വിധിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഇത് എൻ്റെയും നിങ്ങളുടെയും വ്യക്തമായൊരു ചിത്രമാണ്. നമ്മളുടെ കണ്ണിൽ വലിയ തടിക്കഷ്ണമുണ്ട്, എന്നിട്ട് മറ്റൊരാളുടെ കണ്ണിലെ കരടെടുക്കാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെപ്പോഴും മറ്റൊരാളെ തിരുത്താനാണ് ഇഷ്ടം. സെയിൻറ്റ് ആൻ്റണി ഓഫ് ദ ഡെസേർട്ട്, ഈ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ സ്ഥാപക നേതാവ്, അദ്ദേഹം പറഞ്ഞു, ബിക്കോസ് വി ആർ അഫ്രെയ്ഡ് ഓഫ് ടേക്കിംഗ് ദ heavy burden of correcting ourselves, we go for the light burden of correcting others. സ്വയം തിരുത്തുക എന്ന ഹെവി ബേർഡൻ, കനത്ത ഭാരം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരെ തിരുത്തുക എന്ന ലൈറ്റ് ബേർഡൻ തിരഞ്ഞു പോവുകയാണ് നമ്മൾ. സത്യമല്ലേ? ഹെവി ബേർഡനാണ് സ്വയം കറക്റ്റ് ചെയ്യൽ, അത് പറ്റില്ല. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഭാരം മറ്റുള്ളവരെ തിരുത്തുക. തിരുത്തൽവാദികളായി ജീവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ തിരുത്തൽ സത്യത്തിൽ ആവശ്യമുണ്ടോ എന്ന് ഇടയ്ക്ക് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. മിക്കവാറും ഉത്തരം ഇപ്പോൾ ആവശ്യമൊന്നുമില്ല, നീ എന്തിനും ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടന്നിട്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കവാടം, നിങ്ങളുടെ വിധിവാചകം കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട കവാടം, നിങ്ങളോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കരുണാർദ്രതയോടെയാണോ? വീണ്ടും മരുഭൂമിയിലെ പിതാക്കന്മാരിൽ ഒരാളായ അബ്ബ പൊയ്മേൻ, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, പ്രാർത്ഥനയ്ക്കിടയിൽ ചില ചെറുപ്പക്കാർ ഉറങ്ങിപ്പോകുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത്?
അപ്പോൾ ഇദ്ദേഹം ശാന്തനായിട്ട് പറഞ്ഞു, അവർ ഉറങ്ങുമ്പോൾ ശാന്തമായിട്ട് അവർക്ക് ഉറങ്ങാൻ വേണ്ടി ഞാനാണെങ്കിൽ എൻ്റെ മടിത്തട്ട് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കും. അവർക്ക് അറ്റ്ലീസ്റ്റ് ഉറങ്ങാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു, ആഹാ അങ്ങനെയാണോ? അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്തുത്തരം കൊടുക്കും? കാരണം പ്രാർത്ഥിക്കേണ്ട സമയത്താണ് നിങ്ങൾ ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ദൈവത്തോട് ഞാൻ പറയും, അങ്ങനെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്. സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ പോകരുതെന്ന്. സത്യമല്ലേ? കാൾ യുങ് ഇങ്ങനെ എഴുതുന്നുണ്ട്, ദ ഓൺലി വേ ടു ഡീൽ വിത്ത് ദ ഡാർക്ക്നെസ് ഓഫ് അതേഴ്സ് ഈസ് ടു നോ ദ ഡാർക്ക്നെസ് വിതിൻ യുവർ സെൽഫ്. മറ്റുള്ളവരുടെ ഇരുട്ടുമായി ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സ്വന്തം ഇരുട്ട് മനസ്സിലാക്കുക. അകത്ത് ഇരുട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ കരുണ വരും. ദ മോർ പെർഫെക്റ്റ് യു ആർ, ദ മോർ ടോളറൻറ്റ് യു ആർ ടുവേർഡ്സ് ദ ഇംപെർഫെക്ഷൻ ഓഫ് അതേഴ്സ്. നമുക്ക് പെർഫെക്ഷൻ കൂടുമ്പോൾ മറ്റുള്ളവരുടെ ഇംപെർഫെക്ഷനെക്കുറിച്ചുള്ള സഹിഷ്ണുതയും നമ്മൾ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളെ വിധിക്കും മുമ്പ് കരുണാർദ്രതയോടുകൂടിയാണോ വിധിക്കുന്നത്? സ്നേഹം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഹൃദയത്തിൻ്റെ പുഴയൊഴുക്ക് അനുഭവമാണ്. ആ പുഴയൊഴുക്ക് അനുഭവത്തിൻ്റെ മറ്റൊരു ഭാവമായിട്ട് കോപം മാറാം. യുവർ ആങ്കർ ക്യാൻ ബി ദ ഹൈ പിച്ച് ഓഫ് യുവർ ലവ്. സ്നേഹത്തിൻ്റെ ഹൈ പിച്ചാണ് ചില സമയത്ത് ആങ്കർ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ദേഷ്യപ്പെടലാകാം, കുറ്റപ്പെടുത്തലാകാം. അവർ കുറ്റപ്പെടുത്തുന്നത് അവർ കൺസ്ട്രക്റ്റീവായി ആണ് കുറ്റപ്പെടുത്തുന്നത്, അല്ലാതെ ഡിസ്ട്രക്റ്റീവായിട്ടല്ല. സ്നേഹിക്കാത്തവൻ്റെ കുറ്റപ്പെടുത്തലും വിധി ന്യായങ്ങളും ഡിസ്ട്രക്റ്റീവാണ്, അത് ടോക്സിക്കാണ്. ഈ ടോക്സിക് കുറ്റപ്പെടുത്തൽ സഹിക്കാൻ വയ്യാതെ ആളുകൾ വീട് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുഞ്ഞ് വീട് വിട്ട് പോയി. ആളുകൾ അവളെ തേടി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരികെ കൊണ്ടുവരികയാണ്. ആര് ചോദിച്ചു, എൻ്റെ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യാവോ, വീട് വിട്ടൊക്കെ പോകാവോ? അവൾ പെട്ടെന്നൊരു ചോദ്യം, വീടാ? അതിനൊക്കെ ആരാ വീടെന്ന് വിളിക്കുക? നിങ്ങൾ വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗം അങ്ങനെ പറയുന്നുണ്ടോ, ഈ വീടിനൊക്കെ വീടെന്ന് ആരാ വിളിക്കുക? ഇത് വീടൊന്നുമല്ല, ഇത് നിരന്തരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇടമാണ്. ഇവിടെ വിധിന്യായമോ വിധി വാചകങ്ങളും മാത്രം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സ്ഥിരം കുരിശുമരണം സംഭവിക്കുന്നു, പെടുമരണമാണെന്ന് മാത്രം, ഉയർപ്പൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ എൻ്റെ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. സെൻ പാരമ്പര്യത്തിൽ യുവശിഷ്യന്മാർ രാത്രിയുടെ മറ പറ്റി വലിയ മതിൽ ചാടി പുറത്തേക്ക് പോകും. പിന്നെ ഇരുളിൻ്റെ ജീവിതമാണ് പുറത്ത്. അതിനുശേഷം എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ തിരികെ വരും. ഒരു ദിവസം അവരിങ്ങനെ തിരികെ വരുമ്പോൾ അവർ മതിലിൽ നിന്ന് ചാടാൻ വേണ്ടി ഒരു സ്റ്റൂള് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്റ്റൂളിലേക്ക് എടുത്ത് ചാടുമ്പോൾ അവരുടെ ഗുരുവിൻ്റെ മുതുകത്താണ് വന്ന് നിൽക്കുക. കാരണം സ്റ്റൂളെടുത്ത് മാറ്റിയിട്ട് ഗുരു ആ മതിലിൻ്റെ ഓരത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഇവർ വിഷമിച്ച് പോയി, പൊള്ളുന്ന അനുഭവമാണ്. അവർ ഗുരുവിനോട് ചോദിച്ചു, അയ്യോ അങ്ങേക്ക് നൊന്തോ? ഗുരു പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ മതിൽ ചാടി പുറത്തു പോയി നിങ്ങൾക്കുണ്ടാക്കുന്ന മുറിവിനേക്കാൾ വലിയ മുറിവാണോ എൻ്റെ മുതുകത്തിപ്പോൾ നിങ്ങൾ എനിക്ക് തന്നത്? നിങ്ങൾക്കുണ്ടാക്കുന്ന വേദനയേക്കാൾ വലിയ വേദനയൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. അന്ന് മുതൽ അവർ നന്നാകാൻ തുടങ്ങി. ചില മനുഷ്യർ മറ്റുള്ളവർ തിരുത്തുന്നത് കരുണാർദ്രതയോടുകൂടിയാണ്. പണ്ടത്തെ ഒരു പാട്ടുണ്ട്, അന്നം കൊടുക്കുക, അർത്ഥം കൊടുക്കുക, ഉള്ളിലുറവ വറ്റാത്ത സ്നേഹം കൊടുത്തുകൊണ്ട് ഉന്നം പിഴക്കാത്ത കൽപ്പന കൊടുക്കുക. അന്നം കൊടുക്കണം, അർത്ഥം കൊടുക്കണം, പിന്നെ ഉള്ളിലുറവ വറ്റാത്ത സ്നേഹം കൊടുത്തുകൊണ്ട് ഉന്നം പിഴക്കാത്ത കൽപ്പന കൊടുക്കുക. ഉള്ളിലുറവ വറ്റാത്തവർ ഉന്നം പിഴക്കാത്ത കൽപ്പന മാത്രമേ കൊടുക്കുകയുള്ളൂ. ഉന്നം പിഴക്കില്ല, കാരണം അത്രയ്ക്ക് കരുണാർദ്രത അവർക്കുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറച്ചുകൂടി കരുണാർദ്രത കാണിക്കുക. ഈ അമേരിക്കൻ ഹിസ്റ്ററിയിൽ ഒരു കറുത്ത അധ്യായമുണ്ട്, വിധിന്യായ വ്യവസ്ഥിതിയുടെ ഒരു കറുത്ത അധ്യായമുണ്ട്. 1944 ജോർജ് സ്റ്റിനി ജൂനിയർ എന്ന ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായ കുട്ടി, 14 വയസ്സ് പോലും പിന്നിട്ടിട്ടുണ്ടായിരുന്നില്ല, അവനെ വധശിക്ഷക്ക് വിധിച്ചു. അവൻ 2 പേരെ കൊന്നു എന്നാണ് ആരോപിക്കപ്പെട്ടത്. സത്യത്തിൽ അതിൽ ഫാൾസ് അക്യൂസേഷനായിരുന്നു, എല്ലാവർക്കും തെറ്റിപ്പോയതാണ്. പക്ഷേ അന്ന് ഈ വർണ്ണവെറിയുടെ ഒരു സമയമാണ്. വൈറ്റ്സിന് ബ്ലാക്ക് ആളുകളോട് കടുത്ത അമർഷവും വിദ്വേഷമൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ പാവപ്പെട്ട പയ്യനെ വധശിക്ഷയ്ക്ക് വിധിച്ചു, ഇലക്ട്രിക്യൂട്ട് ചെയ്യാൻ. അവനെ ആ ഇലക്ട്രിക്യൂട്ട് ചെയ്യേണ്ട ചെയറിലിരുത്തും.
പാവമാണ്, പൊക്കമില്ലല്ലോ. അതുകൊണ്ട് പൊക്കത്തിനൊപ്പം ഇരുത്താൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ബൈബിള് കൂടി എടുത്ത് പൊക്കം വെച്ചിട്ടാണ് ആ ബൈബിള് മേലാണ് അവനെ ഇരുത്തിയത്. അതിനുശേഷം പാവപ്പെട്ട പയ്യൻ്റെ മേൽ ഫേസ് മാസ്ക് വെച്ചപ്പോൾ വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്ന അവൻ്റെ കരച്ചിലിൻ്റെ ഫോഴ്സ് നിമിത്തം ആ മാസ്ക് താഴേക്ക് വീണു. മാസ്ക് താഴേക്ക് വീണപ്പോഴത്തേക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്തിട്ടുണ്ട്. ആളുകളവൻ്റെ മുഖം കണ്ടു, കണ്ണീരിൽ കുതിർന്ന് വിതുമ്പുന്നൊരു കൊച്ച് ആ ഇലക്ട്രിക് ചെയറിലിരുന്ന് ഇങ്ങനെ വിറക്കുകയാണ്. അവസാനമായിട്ട് ഈ ഇലക്ട്രിക് ചെയറിലേക്ക് ഇരുത്തുന്നതിന് തൊട്ട് മുമ്പ് അവനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ്റെ മറുപടി, നോ സർ, ഒന്നും പറയാനില്ല. അവൻ്റെ അവസാനം മൊഴിയാണ് നോ സർ. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളൊരാളെ വെറുതെ കല്ലെറിയുമ്പോൾ ആ കല്ലുകൊണ്ട് അയാളുടെ ഹൃദയം പിളർന്നു. നിങ്ങൾ പിന്നെ ചോദിക്കും, നിനക്ക് ഉത്തരം പറയാനുണ്ടോ? അയാൾ കൈകൂപ്പി പറയും, നോ സർ, ഒന്നും പറയാനില്ല. എത്ര പേരെ വാക്കത്തി കൊണ്ട് കുത്തി വെട്ടി മുറിപ്പെടുത്തി കൊന്നിട്ടുണ്ട് നമ്മൾ. സ്വയം ചോദിച്ചു നോക്കുക, കല്ലെറിയില്ലേ? എല്ലാവരും അത്രയ്ക്ക് സ്ട്രോങ് അല്ല. നമ്മൾ ചില്ല് പാത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഫ്രജൈൽ, ഹാൻഡിൽ മീ വിത്ത് കെയർ. ഉടഞ്ഞു പോകുന്ന ചില്ല് പാത്രങ്ങളാണ്. കുറച്ചുകൂടി കരുതൽ വേണം, കുറച്ചുകൂടി കരുണ വേണം, കുറച്ചുകൂടി കനിവ് വേണം. നല്ല യാത്ര നേരുന്നു.